റഫീഖ, ആ ചെടിയൊക്കെ ഒന്ന് നേരോണം നല്ലോണം നനക്കേ. എന്താണൊരു മടി? അങ്ങനെ തറവാട്ടിൽ നിന്ന് കൊടുത്തിട്ടൊന്നും അല്ലല്ലോ ഈ വെള്ളം. കറണ്ട് ബില്ല് ഞാനല്ലേ അടക്കണത്. കഴിഞ്ഞിട്ട് തെങ്ങ് തുറക്കാനുണ്ട്. തിന്നാ മാത്രം ഉഷാറുണ്ടായാൽ പോരാ, പണിയെടുക്കാനും കൂടി ഉള്ളൊരു ഉഷാറ് വേണം. ആയിക്കോട്ടെ പാപ്പ, ഞാനത് ചെയ്തോളാം. എന്തിനാ വാപ്പങ്ങൾ കാക്കൂന് എങ്ങനെ ചീത്ത പറയണത്? ഈ പെരീത്തെ മുഴുവൻ പണി എടുക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ അതിനെങ്ങനെ പറയണത്? ഇന്നെ സ്നേഹിച്ച് കെട്ടിയെന്നുള്ളൊരു തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ. ആ, ആരാപ്പത്? സിയാബോ? കയറിയിരിക്ക്. എടി, അളിയാക്ക വന്നിക്കണു. ഒരു ഗ്ലാസ് ചായ ഉണ്ട്, എടുക്ക്. പിന്നെ എന്തൊക്കെയുണ്ട് സിയാബേ വിശേഷങ്ങള്? കുടിയിലെ വിശേഷമൊക്കെ എന്താ? ഇന്നിപ്പോ നിങ്ങക്ക് സുഖല്ലേ? നല്ലൊരു പണിക്കാരനെ കിട്ടിക്കൊണ്ടല്ലോ നിങ്ങക്ക്. പുറംപണി എടുക്കാനും പെരപ്പണി എടുക്കാനും തെങ്ങ് തുറക്കാനും. കായ് കൊടുക്കാതെ എവിടുന്ന വാപ്പ ഈ കാലത്ത് ഒരു പണിക്കാരനെ കിട്ടും? എങ്ങനെ ഒരു ബംഗാളിനെ വിളിച്ചുള്ള ഒരു 1000 ഉറുപ്പിക കൂലി കൊടുക്കണം? അത് നിങ്ങൾക്ക് ലാഭമാണ് അല്ലേ? സുഖമാണ് ഇപ്പൊ നിങ്ങൾക്ക്. എന്റെ മകളെ പിന്നാലെ നടന്ന് കല്യാണം കഴിച്ചിട്ട് എന്റെ പെരയില് സുഖമായിട്ട് ജീവിക്കാന്ന് അവൻ വിചാരിച്ചു. അത് ഇവിടെ നടക്കൂല. ഈ പണിയെടുക്ക തന്നെ വേണം അവന്. പല്ലോട്ടി ചായ കുടിക്ക്. എടാ റഫീഖ, വന്ന് ചായ കുടിച്ചോ? തിണ്ടും എവിടെങ്കിലും പോയിരുന്നു കുടിച്ചോ? ആ, എലിപ്പാന്റെ കുട്ടി ഇങ്ങോട്ട് വാ. ഞാനിപ്പോഴേ അതിനൊന്നല്ല വന്നിട്ടുള്ളത്. അതിപ്പോ നിങ്ങളെ പാടായി. ഞാനിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിന് അഡ്വാൻസ് കൊടുത്തു. അപ്പൊ അതിക്ക് കുറച്ച് പൈസയുടെ കുറവുണ്ട്. ഒരു 10-50 ലക്ഷം ഉറുപ്പ്യ മതി. നമുക്ക് എന്ത് ചെയ്യാ, അതിൻ്റെ ലാഭത്തിന്റെ വീതം നിങ്ങൾക്കും കിട്ടും. അപ്പൊ ഒരു ചെക്ക് ഒപ്പിട്ടിട്ട് തരി. ഞാൻ അത് തുടങ്ങട്ടെ പോയിട്ട്. ഇത്രയും ഭീമമായ ഒരു സംഖ്യ ഈ സൂപ്പർ മാർക്കറ്റിന് മുടക്കണോ സിയാബേ? അതിനെന്താ ഇത്ര വലിയ പ്രശ്നം? ഈ ലാഭത്തിന്റെ ഒരു 25% നിങ്ങൾക്ക് കിട്ടൂലേ? പിന്നെന്താ പ്രശ്നം? ഞാൻ പോരട്ടോ സിയാബേ. ഒരു മോനും വാപ്പ, നിങ്ങൾ അളിയാക്ക ചോദിച്ചുമ്പോ അങ്ങനെ പൈസ എടുത്തു കൊടുത്തിട്ട് നിങ്ങൾക്ക് അളിയാക്കാനും താത്താനും മാത്രം അതിന് ഞങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? താത്ത എന്ന് വന്നത് അങ്ങോട്ട് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണെങ്കിലും ഉണ്ടോ? ജന്റെ പണി നോക്ക്. ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഞാനിത് ഒപ്പിട്ടിട്ടുണ്ട്. സംഖ്യ എഴുതിയെടുത്തോണ്ട് കേട്ടോ. ഇതേ സംഖ്യ എഴുതിയെടുത്തോളാം അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ അസ്സലാമു അലൈക്കും. ഞാൻ പോയിട്ട് വരാം. ഞാൻ റഫീഖിനൊന്ന് കാണട്ടെ. റഫീഖ്, എന്തൊക്കെയാടാ? കുട്ടപ്പനെ അയക്കണു സാറല്ലേ? തീറ്റൊന്നും മുടക്കണില്ലല്ലോ. പണിയെടുക്കാൻ നോക്ക് കേട്ടോ. പണിയെടുത്ത് നിന്നാ നോക്ക്. വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്ന ആളാ? ഇപ്പൊ തെങ്ങ് കൊഴുത്തുക്കണു. ഒന്ന് നിർത്തുവോ നിങ്ങളെ കളിയാക്കല്? ഇവിടെ എടുക്കണ പണി വേറെ എവിടെയെങ്കിലും പോയി എടുത്താലില്ല കൂലിയെങ്കിലും കിട്ടും. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം, നിങ്ങളെ അടുത്തേക്ക് ഒന്നും വരൂല. നിങ്ങള് രണ്ടാള് പോവാണെങ്കിൽ പോയിക്കോളി. കൊറേ കാലായാലും എന്നെ പറഞ്ഞ് നിങ്ങൾ പേടിപ്പിക്കണു.